ആ തെറ്റിൻ്റെയും തിരുത്തലിൻ്റെയും ഭാഗമായി കാര്യങ്ങൾ രാഷ്ട്രീയമായ ധാരണയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള സമീപനം ആദ്യം മുതലേ ഇ.ഡി. ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി അസന്നിഗ്ധമായി ഈ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെൻറ്റ് അംഗവുമായ CPI-എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ രാധാകൃഷ്ണനെ ഇ.ഡി. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത്. ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കെ രാധാകൃഷ്ണനെ പോലെയുള്ളൊരു നേതാവിനെതിരായി നിർലജ്ജം നിലപാടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഇ.ഡി. നേരത്തെ അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് വീണ്ടും തുടരാനാണ് ഇ.ഡി. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ പാർട്ടിയുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖ പാർട്ടിയായ CPI-എമ്മിനെയും കടന്നാക്രമിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്ത് വരികയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അത്ഭുതമുള്ള കാര്യമല്ല. വരാൻ പോകുന്ന 2026 മെയ് വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഈ മാധ്യമങ്ങളെ കൂടി ചേർത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ കാലത്തുണ്ടായതുപോലെ വ്യാപകമായ രീതിയിലുള്ള കള്ളപ്രചരണം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടുന്ന തുകയൊന്നും അനുവദിക്കാതിരിക്കുകയും വയനാട് ദുരന്തത്തിന് പോലും സഹായം നൽകാതിരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും BJP-യുടെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും പുതിയ നോട്ടം എങ്ങനെ വീണ്ടും അപവാദ പ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും തകർക്കാനാവും എന്നുള്ളതാണ്. അതിനി കുറേ മാസം തുടരും എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. വളരെ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ പുതിയ പുറപ്പാട് നോക്കി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. RSSൻ്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖ നേതൃത്വം വേട്ടയാടപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം. ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ അദ്ദേഹത്തെ നിശബ്ദനാക്കേണ്ടി വരുമെന്ന ഗോൾവാൾക്കറുടെ പ്രസംഗം, അതിൻ്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഗോഡ്സെയും കൂട്ടരും
സവാർക്കർ ഉൾപ്പെടെ എല്ലാവരും പ്രതിയാക്കപ്പെട്ട ഗാന്ധിവധ കേസ് ഉണ്ടായത്.